അഹമ്മദ് സാഹിബ്, മഹാനായ മകൻ മുഹമ്മദ് സാലി കാക്കു എന്നിവർ, ഇർഫാനിയ ഉസ്താദുമാരെ, ഇരിക്കൂർ ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി അസീസ് മാഷ്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിയായി ഇവിടെ എത്തിയ യൂസുഫ് ഹാജി പാനൂർ, ഖത്തീബ് അബ്ദുറസാഖ് ദാരിമി, പണ്ഡിതന്മാരെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇരിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യം നമുക്ക് നൽകിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനായുടെ നിർദ്ദേശപ്രകാരം 3 വർഷം മുമ്പ് ഇവിടെ ഒരു കോളേജിന് വേണ്ടി കുറ്റിയടിക്കുകയും മഴ നിൽക്കും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. 1000 രൂപ കടം മേടിച്ചാണ് ഈ സ്ഥലത്തിന് നമ്മൾ അഡ്വാൻസ് കൊടുത്തത്. എന്നാൽ അതിൻ്റെ ശേഷം ഞങ്ങൾ ഈ സഹായധനവുമായി എല്ലാവരും സമീപിച്ചപ്പോൾ എല്ലാവരും അവരുടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം എല്ലാവരും നമ്മളെ സഹായിക്കുകയും ഏകദേശം ഒരു 3-3.25 കോടി രൂപയോളം ഈ ബിൽഡിങ്ങിന് മാത്രം നമുക്ക് ചിലവായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനായുടെയും സാഹിബുൽ മൗലാനയുടെയും നിർദ്ദേശപ്രകാരം അതാത് സമയങ്ങളിൽ ശൈഖുനയുമായി ആലോചിച്ച് ശൈഖുനായുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ പ്രവർത്തനമായി മുന്നോട്ട് പോയത്. ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു, ഈ പ്രവർത്തനം വഴിക്ക് വെച്ച് തടസ്സപ്പെടുമോ, ഇത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ഭയം പോലും നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ ശൈഖുന നമ്മോട് പറയും, അത് അതിൻ്റെ സമയത്ത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കും, അതിൽ നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് കൃത്യമായി നമുക്ക് നിർദ്ദേശം തന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വളരെ ആശങ്കയിലായിരുന്നു. കാരണം ഞങ്ങളുടെ ഈ കമ്മിറ്റിയിൽപ്പെട്ട പ്രവർത്തകരിലോ ഈ നാട്ടിലുള്ള പ്രമാണിമാരോ ഒരു വലിയൊരു സംഖ്യ, ഈ നാട്ടിലുള്ള ജനങ്ങൾ ഒരു വലിയൊരു സംഖ്യയൊന്നും ഇതിനു വേണ്ടി സംഭാവന ചെയ്യാൻ കഴിവുള്ളവരല്ല. എന്നാൽ ഞങ്ങൾ മറ്റ് മറുനാടൻ നാടുകളിൽ പോയപ്പോഴും എല്ലാവരും അകമഴിഞ്ഞ് 1 രൂപ ചോദിക്കുമ്പോൾ 10 രൂപയും 100 രൂപയും 1000 രൂപയും 1,00,000 രൂപയായി നമുക്ക് തന്ന് മാനസികമായും സാമ്പത്തികമായും നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് കാണുമ്പോൾ നമ്മൾക്ക് വീണ്ടും ഉത്സാഹം തോന്നി. കഴിഞ്ഞ റമദാനിന് മുമ്പ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ശൈഖുന പറഞ്ഞ ആയിട്ടില്ല, അതിൻ്റെ സമയമാകുമ്പോൾ അതാകും. അപ്പോഴും നമുക്കതിന് ഭയമുണ്ടായിരുന്നു. ഞാൻ മഴ കാരണം കൂടുതൽ പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും 2 വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇവിടെ ഞങ്ങളെ സഹായിച്ചവരൊക്കെ ചില കാര്യങ്ങൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം തോന്നിയിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദുമായി സാമ്പത്തികമായ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വന്നു. ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദ് തലേന്ന് രാത്രി ഈ സാമ്പത്തിക പ്രശ്നം ഈ സൗദിയിലുള്ള ശ്രീകണ്ഠാരക്കാരനായ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ഒന്നും മറുപടി തന്നില്ല. പക്ഷേ പിറ്റേന്ന് കാലത്ത് അദ്ദേഹം വിളിച്ച് പറയുന്നത്, ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദെ, ഞാൻ ഹസൻ ഉസ്താദ് വിളിച്ചപ്പോൾ കുറച്ച് സാമ്പത്തികമായ പ്രശ്നവും USA എന്നൊരു സാധനം വന്നിട്ട് എയർപോർട്ടിൽ ബ്ലോക്കാക്കിയിരിക്കുകയാണ്, ദമാം എയർപോർട്ടിൽ. അൽഹംദുലില്ലാ, ഹസൻ ഉസ്താദിൻ്റെ വാക്കുകൾ ഞാൻ നേർച്ചയാക്കി. അങ്ങനെ അത് കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും അതിനു വേണ്ടി ഒരു സംഖ്യ നീക്കി വെക്കാം. കാലത്ത് കാണാൻ വിളിച്ച് ഹസൻ ഉസ്താദിനോട് ഈ വിവരം പറയുകയാണ്. ആ സ്പോട്ടിൽ തന്നെ ആ സംഖ്യ തിരിച്ചായി എത്തിച്ചേരുകയും ചെയ്തു ഞങ്ങൾക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഉംറക്ക് പോകാൻ വേണ്ടി നിയത്താക്കിയ ഒരു സ്ത്രീ, ഇരിക്കൂർ ഈ നാട്ടിലുള്ള ഈ പ്രദേശത്തുള്ള ഒരു മഹദി, ആ ഉംറ തലേന്ന് സ്വപ്നം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കയ്യിൽ വെച്ച് കരുതിയിരുന്ന ഉംറയുടെ പൈസ തിരിച്ചു തരികയും ആ സ്ത്രീ വർഷങ്ങളോളം ചെറിയ തുകയായി സ്വരൂപിച്ച് വെച്ച സംഖ്യയാണത്. ഒരു പ്രതീക്ഷയുമില്ല ഉംറക്ക് പോകാൻ ഇനി സാധിക്കുമെന്നൊരു പ്രതീക്ഷയുമില്ല. പക്ഷേ പിറ്റേന്ന് 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എവിടെ നിന്നൊക്കെയോ സഹായം കിട്ടി ആ സ്ത്രീ ഉംറക്ക് പോവുകയുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ. ഞങ്ങളൊക്കെ വിചാരിച്ചത് ഒരു സാധാരണ ഒരു കോളേജൊക്കെ തുടങ്ങുമ്പോഴേ നമുക്കറിയാലോ, പണ്ഡിതന്മാരായാലും നേതാക്കന്മാരായാലും മഹല്ല് കമ്മിറ്റി ആയാലും അതുകൊണ്ട് മറ്റുള്ളത് കൂടി ഒരു വരുമാനമാക്കി അങ്ങനെ മുന്നോട്ട് പോകാനാണ്. പക്ഷേ ഇർഫാനിയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഒരു ദിവസം ശൈഖുനായുടെ വീട് സന്ദർശിക്കാൻ പോയി.
ഒരു 60 വർഷം മുൻപുള്ള ഒരു വീട്, ഒരു ചെറിയൊരു വീട്, ഓടിട്ടിട്ട് ഒരു കല്ല് മേഞ്ഞ് ഒരു ഫാന് അവിടെ ശേഖന ഇരിക്കുന്നിടത്ത് ഒരു ചെറിയൊരു ഫാൻ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, പഠിച്ചവനെ, ഇത്ര ഈ കേരളത്തിലും ഇന്ത്യക്ക് പുറത്തും കോളേജും ദീനീ പ്രത്യാപത്തുമായി കോടിക്കണക്കിന് സമ്പാദിക്കുന്നവർ വന്ന് ഇവിടെ തരാൻ തയ്യാറായി നിൽക്കുമ്പോൾ ശേഖനാക്കെന്താ ഒരു നല്ലൊരു വീട് പണിതൂടെ, അവിടെ എന്താ അതിനുള്ളൊരു AC ഫിറ്റ് ചെയ്തൂടെ? എന്നിട്ട് ഞങ്ങളുടെ ഈ 1 മണിക്കൂർ 2 മണിക്കൂർ നേരം സംസാരിക്കുമ്പോൾ ചൂടെടുത്തപ്പോൾ കുട്ടികളോട് വിളിച്ച് പറയുകയാണ്, മക്കളെ ഒന്ന് ബാക്കിൽ നിന്ന് ഫാൻ ഇടുവോ? അത്ഭുതപ്പെട്ടു പോയി. ഇന്ന് തന്നെ ഞങ്ങൾ കണ്ട കാഴ്ച, ഇന്ന് റൂമിൽ AC യും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞങ്ങൾ വരുമ്പോൾ AC ഓൺ ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞേരം എന്നോട് പറയുകയാണ്, അത് വേണ്ട, ഓഫായിക്കളാ. ഭക്ഷണം കഴിക്കുന്നിടത്ത് ഭക്ഷണത്തിന് വെളിച്ചമുണ്ട് പുറത്തുള്ളത്, ആ വെളിച്ചം മതി, ലൈറ്റ് ഓഫായിക്കളാ. എന്താണ് ഇതൊക്കെ? നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ദീന്? ഇത് നമുക്ക് സുഖിച്ച് ജീവിക്കാനുള്ളതല്ല ഈ ദുനിയാവ്. അതാണ് നമുക്ക് ശേഖുന കാണിച്ചു തരുന്ന വഴികൾ. ശരിയായ ദീൻ എന്താണ്, അഹ്ലുസുന്നത്ത് ശരിയായി എന്താണ്, ഏതാണ് അതിൻ്റെ ദിശ, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമുക്കിങ്ങനെ കാണിച്ചു തരുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഇന്ന് ഈ വിനീതനായ ഞാൻ ദൂരെ നിന്നും കണ്ട ശേഖുനയെ ഇന്ന് എനിക്ക് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പോലും എൻ്റെ നാവുകളും എൻ്റെ കൈകളും വിറക്കുകയാണ്. ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ പോലും സാധിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ ശേഖുനാനോട് പൊരുത്തമായിട്ടാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, റഹ്മത്തിൻ്റെ മഴയാണെങ്കിലും നിങ്ങളെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ശേഖുന മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക്, സ്വാഗതാശംസയിലേക്ക് കടക്കുകയാണ്. ഇതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമായ ഈ കോളേജിന് വേണ്ടി എല്ലാ നിർദ്ദേശങ്ങളും വഴികളും കാണിച്ചു തന്ന ഞങ്ങൾ വഴികാട്ടിയായ ബഹുമാനപ്പെട്ട ശേഖുന ചപ്പാരപ്പാട് ഉസ്താദിനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സാഹിബുൽ മൗല അഹമ്മദ് സാഹിബ് അവരുകളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മഹാനായ കല്യാണ മൗലയുടെ മകൻ ആദ്യമായി ഞങ്ങൾ കാണുകയാണ്. അൽഹംദുലില്ലാഹ്, അദ്ദേഹം ഞങ്ങളുടെ കുറേ നല്ല കാര്യങ്ങളിൽ ഉപദേശിച്ച് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇർഫാനിയ ഉസ്താദുമാർ, ഇരിക്കൂർ ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി അസീസ് മാഷ്, അതുപോലെ തന്നെ നമ്മുടെ KV അബ്ദുൽ ഖാദർ ഇവിടുത്തെ മഹലിൻ്റെ മാനേജറാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂസുഫ് ഹായിക്ക പാനൂരിൽ നിന്ന് ഇവിടെ എത്തിയ അമ്ര, അതുപോലെ തന്നെ സ്റ്റേജിൽ ഒരുപാട് ആളുകളുണ്ട്, ഖത്തീബുമാർ, പണ്ഡിത മഹത്തുക്കൾ. അതിലുമുപരി ഇവിടെ പങ്കെടുത്ത് ഈ മഴയും എല്ലാം കൊണ്ടു നിന്ന് സഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുവാൻ ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
കമ്മിറ്റിയുടെ സാരഥി, അതിൻ്റെ അമരക്കാരൻ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വളരെ ബഹുമാനപൂർവ്വം ഈ നാടിൻ്റെ പൈതൃകം ആത്മീയതയിൽ ചാലിച്ചെടുത്തതാണ് ഈ നാട്. 500 വർഷത്തെ പാരമ്പര്യമുള്ള അടിസ്ഥാന കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്ന ആളുകൾ. ഒട്ടേറെ മഹാപണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ ഈ മണ്ണ് ഒരുപാട് ആലിമികളെ കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ മഹല്ലിൽ തലപൊക്കി നിൽക്കുന്ന 59 ആത്മീയ സ്ഥാപനങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ആത്മീയ പൈതൃകത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലത്ത് തന്നെ ആ സത്യസരണിയുടെ സന്ദേശം വഹിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് വന്നണഞ്ഞ് പവിത്രമായ നിലാമുറ്റം എന്ന പ്രദേശം മറവട്ടി കിടക്കുന്ന മഹാരഥന്മാരുടെ പാദസ്പർശനം കൊണ്ട് സമ്പന്നമാണ് ഈ നാട്. അങ്ങ് അഫ്ഗാനിസ്ഥാനിലെ ബുനേറയിൽ ജനിച്ച് വളർന്ന് ധർമ്മസമരങ്ങളിൽ പങ്കെടുത്ത് അതിൻ്റെ മുറിപ്പാടുകളുമായി ഇവിടെ എത്തിയ സയ്യിദ് അബ്ദുൽ ഖദീം തങ്ങൾ അവറുകളുടെ കാൽപ്പാടുകൊണ്ടും പവിത്രമാണ് ഈ മണ്ണ്. ഇവിടെയാണ് ആത്മീയ വിദ്യാഭ്യാസ സമുച്ചയമായി ഈ സമുച്ചയം ഉയർന്നു നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട ഇർഫാനിയ തഹ്ഫീദുൽ ഖുർആൻ ജൂനിയർ കോളേജ് എന്ന് പറയുന്ന ഈ അതിമഹത്തായ സമുച്ചയം ശൈഖുന ചപ്പാരപ്പട ഉസ്താദിൻ്റെയും സാഹിബുൽ മൗല അഹമ്മദ് സാഹിബിൻ്റെയും മേൽനോട്ടത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ആത്മീയമായ ചിന്ത പടിയിറങ്ങുന്ന, മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ധാർമ്മിക നിലവാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം സംവിധാനങ്ങൾ മരുഭൂമിയിലെ മരുപ്പച്ച പോലെ അനുഗ്രഹീതമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന മഹത്തുക്കൾ അവരാണ് നമ്മുടെ വിളക്കുമാടങ്ങൾ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾക്ക് വളക്കൂർ നൽകിയ നമ്മുടെ പള്ളി ദർസ്, ആ പള്ളി ദർസ് ഗ്രാമാന്തരങ്ങളിൽ നിന്നും
നഗരാന്തരങ്ങളിൽ നിന്നും നാട് നീങ്ങുമ്പോൾ ഇത്തരം സംവിധാനത്തിൻ്റെ സമുച്ചയത്തിൻ്റെ പ്രസക്തി അവിടെയാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ആകാശത്തിൻ്റെ അനന്തതയിൽ ആധിപത്യം സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് പറയുന്നു. ഭൂമിയുടെ അഗാധതയിലും ആഴിയുടെ അഗാധതയിലും ആധിപത്യം ഉറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നും പറയുന്നു. സമയവും ദൂരവും കീഴ്പ്പെടുത്തിയ നാം സ്വന്തം വിരൽ തുമ്പിൽ ലോകത്തിൻ്റെ വ്യതിയാനങ്ങൾ വായിച്ചെടുക്കാൻ കഴിവ് നേടിയ നാം സ്വന്തം ശരീരത്തിലെ ഹൃദയമെന്ന മാംസപിണ്ഡത്തെ സംസ്കരിക്കാൻ നമുക്കായിട്ടില്ല. അതിനാണ് ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം മഹാന്മാരായ ആളുകൾ എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ നമ്മെ പ്രതീക്ഷിക്കുന്ന ഉലമാക്കളെയും ഉമറാക്കളെയും പ്രതീക്ഷിക്കുന്ന, അവരെ കാതോർക്കുന്ന, അവരെ ഇടനെഞ്ചിൽ ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. അവർക്ക് വേണ്ടത് നമ്മുടെ അറിവാണ്, നമ്മുടെ കഴിവാണ്. അവർക്ക് വേണ്ടത് നമ്മുടെ ആരോഗ്യമാണ്, നമ്മുടെ ഒഴിവാണ്. അസ്സിഹത്ത് വൽ ഫറാഗ്. അവർക്ക് വേണ്ടത് നമ്മുടെ സുഗന്ധമാണ്, നമ്മുടെ വസന്തമാണ്. ഈ അറിവും ഈ കഴിവും ഈ ആരോഗ്യവും ഈ ഒഴിവും ഈ സുഗന്ധവും ഈ വസന്തവും ഈ സമൂഹത്തിന് തണലായി വരുമ്പോഴാണ് നമ്മുടെ സാന്നിധ്യം ഇവിടെ അടയാളമാകുന്നത്. അത് അടയാളപ്പെടുത്താനുള്ള പ്രവർത്തനത്തിൻ്റെ ഗോതയിലാണ് ശൈഖുന ഉസ്താദ് അവറുകളും സാഹിബുൽ മൗല അഹമ്മദ് സാഹിബ് അവറുകളും. അൽഹംദുലില്ലാഹ്, ആഫിയത്തുൽ ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചുണ്ടിൽ നിന്നും ഉതിർന്നു വീഴുന്ന സ്തുതി കീർത്തനങ്ങൾ, കയ്യിൽ മറിഞ്ഞു പോകുന്ന തസ്ബീഹ് മാലകൾ, ആ ഒരു സംസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് അവരുടെ പരിശ്രമം. അൽഹംദുലില്ലാഹ്, ആ ഒരു സംസ്കാരം നിലനിന്ന് കാണാനുള്ള ആഗ്രഹത്തിൻ്റെ ഫലമാണ് ഈ ഉയർന്നിരിക്കുന്ന മഹത്തായ സമുച്ചയം എന്ന് നാം മനസ്സിലാക്കണം. ലോകത്തിൻ്റെ പോക്ക് നമുക്കറിയാം, കാലത്തിൻ്റെ പോക്ക് നമുക്കറിയാം. അതറിയാമെന്ന് മനസ്സിലാക്കി മൗനം ദീക്ഷിക്കേണ്ടവരല്ല നാം. വഴിതെറ്റി സഞ്ചരിക്കുന്ന സമൂഹത്തെ നേരായ വഴിയിൽ കൊണ്ടുപോകാനുള്ള ആത്മീയമായ നേതൃത്വമാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഇർഫാനിലേക്കുള്ള സമ്പാദ്യം ആത്മീയമായ നേതൃത്വമാണ്. വെള്ളക്കുപ്പായത്തിൻ്റെ അകത്ത് വെള്ള ഹൃദയം സ്ഥാപിക്കാനുള്ള പരിശ്രമമാണ് ഇർഫാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മന്ദിരിൽ വന്ദിരായ നമ്മുടെ എല്ലാമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഹിദായത്തിൻ്റെ ശാദ്വല തീരത്തിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന, സിറാത്തുൽ മുസ്തഖീമിലൂടെ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ നമ്മുടെ ശൈഖുന മഹാനായ സാഹിബുൽ മൗല അഹമ്മദ് സാഹിബ്, ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ സത്താർ ഹാജി, അതിൻ്റെ സെക്രട്ടറി കെ ടി നസീർ സാഹിബ് തുടങ്ങിയിട്ടുള്ള കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഇരിക്കൂർ ജമാഅത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ് മാസ്റ്റർ, മഹാനായ ഒരു കാലഘട്ടത്തിലെ ലക്ഷക്കണക്കിന് മുരീദന്മാർക്ക് അല്ലാഹുവിൻ്റെ നൂറാനിയത്തിലൂടെ വഴി കാണിച്ചു കൊടുത്ത മഹാനായ കണ്യാല മൗല ഖദ്ദസല്ലാഹു സിർറുൽ അസീസിൻ്റെ പൊന്നോമന മകൻ സാലിഹ് കാക്കു,
ഇർഫാനിയ കേന്ദ്ര സ്ഥാപനത്തിലെ മഹാന്മാരായ ഉസ്താദന്മാർ, പണ്ഡിത മഹത്വക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ മഹത്തായ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയ മുത്തുമുമ്മിനീങ്ങളെ, സുദീർഘമായി സംസാരിക്കേണ്ട ഒരു സമയമല്ല. നമ്മൾ വലിയൊരു അത്ഭുതമാണ് ഇവിടെ ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. പതിവിന് വിപരീതമായി ഞാൻ ഓർത്തുപോകുന്നു, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചപ്പാരപ്പടവ് ജാമിയ ഇർഫാനിയ സമ്മേളനം എല്ലാ വർഷവും നമ്മൾ വലിയ അത്ഭുതം ദർശിച്ചു കൊണ്ടിരിക്കുന്ന സമ്മേളനമാണ്. ആ സമ്മേളന നഗരിയിൽ വെച്ച് ഇന്നത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് അവിടെ ഒരു സംഭവം, വലിയൊരു സംഭവം ഉണ്ടാവുകയുണ്ടായി. ഇതേപോലെ തന്നെ മഹാനായ ശൈഖുനാ തങ്ങളുടെ ഉപദേശം കേൾക്കാൻ അവിടുത്തെ ദുആയിൽ പങ്കാളികളാവാൻ മുഅ്മിനീങ്ങളെല്ലാവരും കാത്തു നിൽക്കുമ്പോൾ ചെറുത്ത മഴ പെയ്യുകയാണ്. മഴ പെയ്തപ്പോൾ ആ സദസ്സിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും, ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇളകിയിട്ടില്ല. അലിക്കുട്ടി ഉസ്താദ് ചോദിച്ചു അത്രേ, സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചോദിച്ചു അത്രേ, എന്താണ് ഇതിന് പരിഹാരം? മഴ പെയ്യുന്നല്ലോ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞു, അത് ശൈഖുന വരുമ്പോൾ അതിന് പരിഹാരമാകുമെന്ന് പറഞ്ഞു. മഹാനായ ശൈഖുന സദസ്സിലേക്ക് കടന്നു വന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകിക്കൊണ്ട്, രക്ഷ നൽകിക്കൊണ്ട്, പടച്ചവനെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കണേ എന്ന് ദുആ ചെയ്യുമ്പോഴേക്കും മഴ നിന്ന ഒരു സംഭവം അലിക്കുട്ടി ഉസ്താദിനെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രസംഗിച്ചത് ഇന്നും ഞാൻ ഓർത്തു പോവുകയാണ്. ആ മഹാനായ ശൈഖുന നമ്മുടെ സാന്നിധ്യത്തിലുണ്ടായിട്ട് നമുക്ക് മഴ പെയ്തു. ഒരുപാട് ആളുകളുടെ ചൂട് പോയി എന്ന് ശൈഖുന പറയുകയുണ്ടായി. ഏത് ചൂടാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഇവിടെ പറഞ്ഞ ഈ വഅദ് നമുക്ക് കാതില്ല കേൾക്കാൻ. ഉൾസാരമോർത്താലുറങ്ങാമോ കേടാ, ഉൾസാര അകക്കൺ തുറന്നൊന്നു നോക്കുന്നു മൂടാ, ഉൾസാരമോർത്താലുറങ്ങാമോ കേടാ. ആവർത്തിച്ച് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. എത്ര ആവർത്തിച്ചാ ഓതിയത്. ആ ആവർത്തനത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു കിടക്കുന്ന ഈ കസ്വത്തുൽ കൽബ് ഇളകിപ്പോകാൻ മാത്രം എത്രയോ പ്രാവശ്യം ഊതുകയുണ്ടായി. അള്ളാഹു നമ്മുടെയൊക്കെ ഹൃദയത്തെ ശുദ്ധമാക്കി തരട്ടെ. അങ്ങനെയുള്ള ഒരു അത്യത്ഭുത സദസ്സിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചു, ഇവിടെ ഒരുപാട് മഹാന്മാർ. കണ്ണില്ല നമുക്ക് കാണാൻ, കണ്ണുണ്ടായിരുന്നുവെങ്കിൽ നമുക്കും കാണാൻ കഴിയുമായിരുന്നു. കണ്ണുള്ളവരാക്കി മാറ്റാനാണ് മശായിഖന്മാര് നമ്മെ ദിക്ർ ചൊല്ലിപ്പിക്കുന്നത്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് ഇവിടെ വലിയൊരു പദ്ധതി നിങ്ങളോട് പറയും. നമ്മുടെ ഈ മഹത്തായ ഈ സംരംഭം, ഇത് കേവലം കെട്ടിട സമുച്ചയമല്ല. ഇതുണ്ടാക്കി തന്നത്, ഇത് നമുക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് ശൈഖുനായുടെ എല്ലാ പ്രസംഗത്തിലും ദീനിനെ കുറിച്ചാണ് ഇങ്ങനെ ഉറപ്പിച്ചുറപ്പിച്ച് പറയുന്നത്. ജനങ്ങൾ ദീനിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അസീസ് മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഭൗതിക പ്രമത്തതയിൽ ലയിച്ചുകൊണ്ട് ഭൗതിക സുഖലോലുപരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. അതുകൊണ്ടാണ് ഉമ്മയിലേക്ക് നോക്കുന്ന മക്കൾക്ക് മാതൃക കാണുന്നില്ല, ഉപ്പയിൽ മക്കൾക്ക് മാതൃകയില്ല. ലഹരിയെ പിടിച്ചു കെട്ടാൻ ഒരു സംവിധാനത്തിനും കഴിയാത്ത രൂപത്തിൽ, അതിമാരകമായ രൂപത്തിൽ നമ്മുടെ മക്കൾ പിഴച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നമ്മുടെ മക്കൾ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് മടങ്ങലല്ലാതെ നിങ്ങൾക്ക് രക്ഷയില്ല എന്നാണ് ശൈഖുനായുടെ ആവർത്തിച്ചുള്ള ആ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളൊക്കെ ദീൻ കൊണ്ടുവരണം എന്നാണ് മഹാനായ മുത്ത് ശൈഖുന നമ്മളോട് പറഞ്ഞു തരുന്നത്. ദീനിനെ വീട്ടിലേക്ക് കൊണ്ടുവരിക. ദീന് ഉമ്മയിലേക്ക് നോക്കുമ്പോൾ മാതൃക കാണാത്ത കുട്ടി ലഹരിയിലേക്ക് പോകും, ഉപ്പയിൽ മാതൃകയില്ലാത്ത കുട്ടി ലഹരിയിലേക്ക് പോകും. അതുകൊണ്ട് ദീൻ
ദീനിനെ മുറുകെ പിടിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ, നമ്മളോട് പറയുമ്പോൾ, ആവർത്തിച്ച് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള സ്ഥാപനങ്ങളാണ് ഈ സ്ഥാപനങ്ങളൊക്കെ. ഇവിടെ സത്താറാജി സൂചിപ്പിച്ചു, ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും ഇതിൻ്റെ മുന്നോട്ടുള്ള ഓരോ ഗമനങ്ങളും അത്യത്ഭുതങ്ങളാണ്. ഇവിടെ ഓരോ വ്യാഴാഴ്ചയും സലാത്ത് നടക്കുന്നുണ്ട്. ആ സലാത്തിന്റെ മജ്ലിസിലേക്ക് ഒരുപാട് നേർച്ചകൾ വരുന്നു. ഭക്ഷണം സദസ്സിലിരുന്ന് മാത്രമേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സദസ്സിലിരിക്കുക. ഈ KL 54884 ആ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കുക. KL 59H6606 ബ്ലോക്ക് സംഭവിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങൾ അതൊന്ന് വളരെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മജ്ലിസിൽ നേർച്ചയാക്കുന്നതൊക്കെ 100% ഫലം കാണുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് നേർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഷെയ്ഖുനായുടെ മഹാനായ ഷെയ്ഖുനായുടെ മജ്ലിസ് എവിടെയൊക്കെയുണ്ട്, സ്ഥാപനങ്ങൾ എവിടെയൊക്കെയുണ്ട്, അവിടെ എന്ത് നേർച്ചയാക്കിയാലും ഫലമുണ്ട്. അതിൻ്റെ നേരെ സാക്ഷ്യമാണ് നേരത്തെ നമ്മുടെ ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് സത്താർ ഹാജി അവർ സൂചിപ്പിച്ചത്. എനിക്ക് അനുഭവമുള്ളൊരു സംഭവമാണ് ആ സംഭവം. അൽഹംദുലില്ലാ, നമ്മുടെ സ്ഥാപനത്തിന് ചെറിയൊരു കടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖുനാ തങ്ങൾ നമ്മളോട് വന്ന പാടെ തന്നെ പറഞ്ഞു, അതൊന്നും പ്രശ്നമാക്കണ്ട, നമുക്ക് സമാധാനമായി, നമുക്ക് വേറൊന്നുമില്ല, നമുക്ക് അവിടുത്തെ പൊരുത്തവും അവിടുത്തെ കുരുത്തവും അവിടുത്തെ സന്തോഷമേ നമുക്കുള്ളൂ, നമുക്കതിൽ കവിഞ്ഞ് വേറെ ഒന്നുമില്ല. അള്ളാഹു ദീർഘകാലം അവിടുത്തെ ആ സന്തോഷത്തിൽ കഴിഞ്ഞുകൂടാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ. അൽഹംദുലില്ലാ, ചെറിയൊരു കടമുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് ഒരു സഹോദരി ഉടനെ ചെയ്ത പണി എന്താണെന്നറിയോ? കയ്യിൽ കിടന്ന വള അങ്ങോട്ട് വലിച്ചൂരിയിട്ട് സഹോദരന്റെ കയ്യിൽ കൊടുത്തുവിടുക. 1.5 പവനുണ്ട്. ഇന്നത്തെ പൈസ എത്രയാ? 1.5 പവൻ. ഒരു സഹോദരി, ഏത് സഹോദരിയാ? ഷെയ്ഖുനായെ ഹൃദയാന്തരത്തിൽ സ്നേഹിക്കുന്ന, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടുള്ള സ്നേഹം ആ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തു ഷെയ്ഖുന. അവിടുത്തെ അമലുള്ള സഹോദരി, ആ സഹോദരി ഇതാ എൻ്റെ മൗലാ തങ്ങളുടെ സ്ഥാപനത്തിന് കടം വരാൻ പാടില്ല, 1.5 പവൻ വളയങ്ങോട്ട് ഊരി കൊടുത്തു. അത് ഊരി കൊടുത്തപ്പോഴേക്ക് ആ സഹോദരിയുടെ ഭർത്താവിൻ്റെ സഹോദരന്റെ ഭാര്യ ഉടനെ 1 പവൻ സ്വർണം. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. 1.5 പവൻ കൊടുത്ത സഹോദരിക്ക് വല്ല ഉദ്ദേശ്യവും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പറഞ്ഞത്, ഒരു ഉദ്ദേശ്യമില്ല. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ, പടച്ചോനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അള്ളാഹുവേ, ഞാൻ ഇബാദത്ത് ചെയ്തത് നിന്റെ സ്വർഗത്തിന് വേണ്ടിയല്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗം എനിക്ക് വേണ്ട. പടച്ചവനെ, ഞാൻ നരകത്തെ പേടിക്കുന്നില്ല. എനിക്ക് നരകത്തെ പേടിയൊന്നുമില്ല. ഞാൻ നരകത്തെ പേടിച്ചിട്ടല്ല ഇബാദത്ത് ചെയ്യുന്നത്. നരകത്തിലിട്ട് എന്നെ കരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. അള്ളാഹുവേ, എനിക്ക് നിന്റെ സ്നേഹമാണ് വലുത്. ആ സഹോദരി ഒരു നീയത്തുമില്ല. അതാ നമ്മുടെ സ്ഥാപനത്തിനെ സഹായിക്കാൻ വേണ്ടി, ഷെയ്ഖുനായുടെ സ്ഥാപനത്തെ സഹായിക്കാൻ വേണ്ടി ഉടനെ കൊടുത്തു 1.5 പവൻ. മറ്റൊരു സഹോദരി 1 പവൻ. വേറെ 2-3 സഹോദരിമാര് മോതിരമായിട്ട്. പല ഉദ്ദേശങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അതിനിടയിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാവരും സ്വർണ്ണങ്ങളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഷെയ്ഖുന സമാധാനിപ്പിച്ചിട്ടുണ്ട്, എല്ലാം നടക്കും. അതുകൊണ്ട് ആ വാക്കുകൾ നെഞ്ചേറ്റുവാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാവണം, ത്രാണി ഉണ്ടാവണം, തൗഫീഖ് ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് എപ്പോഴും ദുആ ചെയ്യുമ്പോൾ സ്ഥാപനത്തെ സഹായിച്ചവർക്ക് വേണ്ടിയാണ് എപ്പോഴും ദുആ ചെയ്യുന്നത്. ഒറ്റ ദുആയിൽ പോലും ഈ സ്ഥാപനത്തെ സഹായിച്ചവർക്ക് ദുആ ഒഴിവാക്കിയിട്ട് ഒരു ദുആ പോലും കേൾക്കാൻ പറ്റൂല. എപ്പോഴും സ്ഥാപനത്തെ സഹായിച്ചു അള്ളാഹിന്റെ ദീനിനെയാണ് സഹായിക്കുന്നത്. അതുകൊണ്ടാണ് അവിടുന്ന് ദുആ ചെയ്യുന്നത്. ആ ദുആയിൽ ഭാഗവത്താവാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. ഇൻഷാ അല്ലാഹ് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഏറ്റെടുത്താൽ അതൊക്കെ പെട്ടെന്ന് നമുക്ക് വീട്ടാൻ പറ്റുന്നതാണ്. ഈ ഹളറത്തിൽ വെച്ച് സഹോദരങ്ങൾ ഇവിടെ കാർഡ് വിതരണം ചെയ്യും. സാധിക്കുന്നവരൊക്കെ ഒരു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു കുഞ്ഞുമോനെ ഒരു വർഷത്തെ ഭക്ഷണത്തിന് വേണ്ടി 20,000 രൂപ, ഒരു വർഷത്തെ ഭക്ഷണം അത് ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഒരു കുട്ടി 10 കുട്ടിയെ ഏറ്റെടുക്കാൻ പറ്റുന്നവർ 10 കുട്ടികളെ തന്നെ ഏറ്റെടുക്കുക. എത്രയാണ് ഏറ്റെടുക്കാൻ പറ്റുന്നത് നിങ്ങൾ ആ കാർഡിൽ എഴുതി സഹകരിക്കുക. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മിസ്രി സഹോദരൻ 1,10,000 രൂപ
1,10,000 രൂപ ഒരു മിസ്റിലുള്ള സഹോദരൻ, അദ്ദേഹം മുമ്പ് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്ലാത്തൂർ അയ്യൂബ് സഹോദരങ്ങളുണ്ട്, അവരുടെ കെയറോപ്പിൽ 1,10. അതേപോലെ തന്നെ മറ്റൊരു അവരുടെ ആ സഹോദരന്മാർ മാത്രം 1,00,000 രൂപ. ഈ കടം നിൽക്കാൻ പാടില്ല, ഷെയ്ഖുനായുടെ സ്ഥാപനത്തിൽ പെട്ടെന്ന് കടം വീട്ടണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതിൽ സഹകരിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് ഈ കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുന്നതാണ്. ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്, ഒക്കെ ദുആ ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. കാർഡ് വിതരണം ചെയ്യുന്നുണ്ട്, അത് വാങ്ങിയിട്ട് നിങ്ങൾ പറ്റുമെങ്കിലും അള്ളാഹിൻ്റെ ഖുർആൻ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഒരിക്കലും നഷ്ടപ്പെടില്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ പേരും ഫോൺ നമ്പറും കറക്റ്റായിട്ട് എഴുതണം. ഈ മക്കളൊക്കെ ഷെയ്ഖുനായുടെ മക്കളാണ്, ഷെയ്ഖുനായുടെ മക്കളാണ് ഈ മക്കളൊക്കെ. അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാനില്ല. ഏറ്റവും നിങ്ങൾക്ക് ദുനിയാവിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അമലാണ് ഈ ത്വാം, ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതാ നിങ്ങളുടെ കയ്യിലേക്ക് നല്ല ഭക്ഷണം വരുന്നു. ഇത് അവിടുത്തെ മഹത്തായ മാതൃകയാണ്. എപ്പോഴും ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് അവിടുത്തെ ഒരു വലിയ മാതൃക. നമുക്ക് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക, മശായിഖന്മാരുടെ മാതൃക നമുക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ആ മാതൃക പിന്തുടരണം. നമ്മളും ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി മുന്നോട്ട് വരണം. അൽഹംദുലില്ലാഹ് 126ഓളം കുഞ്ഞുങ്ങൾ ഈ ദിവസം വരെ അഡ്മിഷൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഷെയ്ഖുന നമുക്ക് തന്നിരിക്കുന്ന സമ്മതം 150 കുട്ടികളെ വരെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സമ്മതം തന്നിരിക്കുന്നത്. 150 കുട്ടികളെ വരെ എടുക്കും. ആ കുഞ്ഞുങ്ങൾ ഇവരെ സുരക്ഷിതനായിരിക്കും. ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ഇൻഷാ അല്ലാഹ് ഉസ്താദന്മാർക്കൊക്കെ അവരുടെ മാതാപിതാക്കളാവാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ കുഞ്ഞുങ്ങളെ ഇവിടെ സുരക്ഷിതരായിരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയുമുള്ള അഡ്മിഷനൊക്കെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്, ഞാൻ അറിയിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ മജ്ലിസിന്റെ സമയം മഗ്‌രിബോടടുക്കുകയാണ്. പ്രത്യേകിച്ച് മഹാനായ മൗലയും സാഹിബരും ഇരിക്കുന്ന ഈ മജ്ലിസ് അവരെ ഇരുത്തി ബുദ്ധിമുട്ടിക്കൽ ശരിയല്ല എന്ന് മനസ്സിലാക്കി എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, പറയുന്ന വിഷയത്തിൽ സനുസാദ് സൂചിപ്പിച്ച വിഷയത്തിൽ വളരെ പെട്ടെന്ന് പ്രതികരണം അറിയിച്ച് സംരംഭം വിജയിപ്പിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. നമ്മൾ നൽകുന്ന ഓരോ സംഭാവനകളും നേരത്തെ പറഞ്ഞ പോലെ അനുഭവങ്ങൾ ധാരാളമുണ്ടെങ്കിലും ആഖിറത്തിൽ അനുഭവിക്കേണ്ട വലിയ പാഠം നമുക്കിതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നൽകുന്ന ഓരോ സംഭാവനകളും വിശുദ്ധമായ ഖുർആനിൻ്റെ ഓരോ വാക്യങ്ങളും ഓരോ അക്ഷരങ്ങളും ഓതിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളും ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവാചകങ്ങൾ കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വന്ന പ്രസിദ്ധമായ ഹദീസുകളും അതിൻ്റെയൊക്കെ ഓരോ അക്ഷരങ്ങൾ പാരായണം ചെയ്തതിനും വലിയ പുണ്യമുണ്ട്. ആ പുണ്യമുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനും ഓതാനും സൗകര്യപ്പെടുന്ന രീതിയിൽ സൗകര്യപ്പെടുത്തി കൊടുക്കാൻ ആരാണോ തയ്യാറായത് അവർക്കും തത്തുല്യമായ പ്രതിഫലം ലഭ്യമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിക്കുന്നവർ പഠിക്കുന്നതിൻ്റെ നേട്ടങ്ങൾ നൽകുമ്പോൾ പഠിക്കാനുള്ള സൗകര്യങ്ങൾ നൽകുന്നവർക്ക് അതിനോട് തത്തുല്യമായ ശ്രേഷ്ഠതയുണ്ട് എന്ന് തിരുദൂതർ പഠിപ്പിക്കുമ്പോൾ തന്നെ മഹാന്മാരാകുന്ന നമ്മുടെ മശായിഖന്മാരുടെ പൂർണ്ണമായ തണലും അവരിടപെടലുമാണ് എല്ലാറ്റിനേക്കാളും വലുത് എന്ന് നമ്മൾ ഏറെ ചിന്തിച്ചു കൊണ്ടാണ് ഈ വിഷയത്തിൽ പങ്കുകൊള്ളേണ്ടത്. നൽകപ്പെടുന്ന നാണയത്തൊട്ടുകളൊന്നും വെറുതെയാവില്ല എന്ന് പല കാലങ്ങളിലുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ സാക്ഷിയായിരിക്കെ മുഖപുരങ്ങളൊന്നും നീട്ടാതെ പറയുമ്പോൾ തന്നെ ധാരാളം ആൾക്കാർ നമ്മുടെ ഈ സംരംഭത്തിലേക്ക് വലിയ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അറിയിക്കാനുള്ളത് KL 17 MC 48 84
KA17 MC 4884 എന്ന വണ്ടി അവിടെ നിന്ന് മാറ്റിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. KL 58 EN 8052 എന്ന വണ്ടിയും ആ സ്ഥലത്തുനിന്ന് മാറ്റിക്കൊടുക്കാൻ അറിയിച്ചിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ഉപ്പ ഉമ്മ എന്നിവർക്ക് ദുആ ചെയ്യുവാനും വേണ്ടി ഒരു സ്വർണ്ണ മോതിരം സഹോദരി സംഭാവന ചെയ്തതാണ്. അല്ലാഹു തആല ആ സദഖ കബൂൽ ചെയ്യുകയും പരിപൂർണമായും അവരുടെ ബർസഖ് ജീവിതം സന്തോഷമുള്ള ജീവിതമാക്കി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കണ്ണിൻ്റെ കാഴ്ച പഴയതുപോലെ തിരിച്ചു കിട്ടുവാനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുവാനും വേണ്ടി ഒരു സഹോദരി സ്വർണ്ണ മോതിരം അല്ലാഹു തആല ആ സഹോദരിയുടെ സദഖ കബൂലാക്കുകയും മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് പൂർണ്ണമായ ആഫിയത്ത് കണ്ണിനും ശരീരത്തിനും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു കുട്ടിയുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു വർഷത്തേക്കുള്ള ചെലവ് ഈസ കീച്ചേരി മട്ടന്നൂർ ഒരു സഹോദരൻ ഏറ്റെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂലാക്കുകയും അർഹമായ പ്രതിഫലം നിന്ന് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. 20,000 രൂപ. കടം വീടാനും ഭർത്താവിനും തനിക്കും ഹജ്ജിന് പോകാനും സ്ഥലം വിട്ട് കിട്ടാനും മറ്റു പല ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരൻ ഒരു സ്വർണ്ണ മോതിരം അല്ലാഹു തആല ആ സദഖ കബൂലാക്കുകയും സഹോദരിയുടെ പൂർണ്ണമായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. ഫാത്തിമ ഇരിക്കൂർ എന്ന സഹോദരി 5000 രൂപ നൽകിയിട്ടുണ്ട്. മഹാനായ മൗലാന്റെ പൊരുത്തം ലഭിക്കുവാനും വേണ്ടി മാത്രമാണ്. അല്ലാഹു തആല ആ സഹോദരിക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കട്ടെ. 2 കുട്ടികളുടെ ഒരു വർഷത്തേക്കുള്ള ചെലവ് സിദ്ദീഖ് ശ്രീകണ്ഠാപുരം എന്ന സഹോദരൻ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു തആല സഹോദരന്റെ സദഖ കബൂലാക്കുകയും ആ മക്കൾ ഓതുന്ന ഓരോ ആയത്തിൻ്റെയും ഓരോ അക്ഷരത്തിൻ്റെയും ഫലം ഒരു നിലക്കും ചുരുങ്ങാതെ ആ സഹോദരന് ലഭ്യമാകുന്ന സൗഭാഗ്യം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവും ആഖിറവും സലാമത്താവാനും ഭർത്താവും മക്കളും സ്വാലിഹീങ്ങളാകാനും വീട് പണി പൂർത്തിയാകാനും എല്ലാവിധ കടങ്ങളും വീട്ടിൽ കിട്ടാനും അസുഖങ്ങൾ മാറാനും വേണ്ടി ഒരു സ്വർണ്ണ മോതിരം ഒരു സഹോദരി അല്ലാഹു തആല കബൂലാക്കി നല്ല റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം അതിൻ്റെ ഇടയിൽ മഹാനായ മൗല മന്ത്രിച്ച ഒരു കുപ്പി തേന് പെട്ടെന്ന് വിളിച്ച സമയം വളരെ കുറവാണ്. മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. ആ കളക്ഷനിടയിൽ ഇത് ബന്ധപ്പെടുക. 25,000 രൂപ. 25 30 അല്ലാഹു നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. 30,000 രൂപ. 30,000 ഖാനായ മൗല മന്ത്രിച്ച തേനാണ്. വേറെ സമയം നമ്മുടെ മുന്നിലില്ല എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് താമസിക്കാൻ നിൽക്കരുത്. പെട്ടെന്ന് പൂർത്തിയാക്കണം. 30,000 രൂപ. 30,000 രൂപ. 30,000 രൂപ. 30,000 രൂപ. 30,000 50,000 50 അല്ലേ പറഞ്ഞേ? 35,000 രൂപ. 35 അല്ലാഹുവേ നീ ഈ സദഖ കബൂൽ ചെയ്ത് മഹാന്മാരുടെ പൊരുത്തം പൂർണ്ണമായി ലഭ്യാൻ കാരണമായി മാറുന്ന ഒരു അമലായി ഇതിൽ പങ്കുകൊള്ളുന്ന മുഴുവൻ ആൾക്കാരുടെയും വാക്കുകളെയും സംഭാവനയും നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. 35,000 രൂപ. 35,000 35 പെട്ടെന്ന് സഹകരിക്കണേ. 35,000 രൂപ. 35 അതിൻ്റെ കൂടെ ഒരു കുട്ടിയുടെ ചെലവിലേക്ക് നൗഫൽ എ 20,000 രൂപ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ചെലവിലേക്ക് സമീർ KC അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഒരു വർഷത്തെ ഒരു കുട്ടിയുടെ ചെലവിലേക്ക് മുജീബ് റഹ്മാൻ KP. ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ചെലവ് യൂസുഫ് TP. 10,000 രൂപ നമ്മുടെ കുട്ടികളുടെ ചെലവിലേക്ക് സിദ്ദീഖ് MP. മറ്റൊരു സഹോദരൻ 10,000 രൂപ C മുഹമ്മദ് പരിയാരം.
ഒരു വർഷത്തെ ഒരു കുട്ടിയുടെ പൂർണ്ണമായ ചെലവ് മുഹമ്മദ് ഹസൻ 3333 രൂപ, മുഹമ്മദ് റഷീദ് 1111, സദ്ദീഖ് കാടാമ്പുഴ, ഉമർ ഇർഫാനി കോളിക്കടവ് 2000, അലിഹാജി സ്റ്റോർ 2 വിദ്യാർത്ഥികളുടെ ഒരു ഭക്ഷണത്തിൻ്റെ സംഭാവന. അള്ളാഹു തആല എല്ലാം കബൂൽ ചെയ്യട്ടെ. 35,000 രൂപ തേന്. 35, കൂടുതൽ നീട്ടാൻ സമയമില്ല, പെട്ടെന്ന് എല്ലാവരും സഹകരിക്കുക. 35,000 രൂപ. 35 1 35 35,000 രൂപ. 35,000 രൂപ 2, 35,000 രൂപ 3 വട്ടം. വീണ്ടും ഒരു കുപ്പിത്തേൻ മഹാനായ മൗല മന്ത്രിച്ചതാണ്. തേനിൻ്റെ ഔഷധത്തിൻ്റെ പുറമെ മഹാനായ മൗലാന്റെ ഉമ്മദീര് കൂടി ലഭിക്കുക എന്നുള്ളത് വലിയൊരു ഔഷധമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. തുടങ്ങിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 25,000 രൂപ. 25 25,000 രൂപ. 25 30,000 രൂപ. അല്ലാഹു നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. 30,000 രൂപ. 30,000 30,000. ലേലം നീട്ടിക്കൊണ്ടുപോകാനുള്ള സമയമില്ല, അതുകൊണ്ടാണ് സ്പീഡായി വിളിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. 30,000 രൂപ. 30 30,000 രൂപ. 1 2 30,000 3 വട്ടം. ഒരു സഹോദരി ഒരു മോതിരം, സ്വർണ്ണ മോതിരം, അല്ലാഹു തആല അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ സംഭാവന ചെയ്യാൻ അല്ലാഹു സ്വർഗത്തിൽ സമാനമായ സുഖം നൽകിയ മഹാന്മാരോടൊപ്പം സഹവസിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ചെറുതേനാണ്, അതോടൊപ്പം മഹാനായ മൗല മന്ത്രിച്ച തേന കൂടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചെറുതേൻ തുടങ്ങും. 10,000 രൂപ. 5 10,000 രൂപ. 10,000 10,000 രൂപ. 10,000 രൂപ. 10,000 10,000 രൂപ. 1 2 10,000 രൂപ. 15 15,000 രൂപ. 15 15 15,000 രൂപ. 1 16 16,000 രൂപ. 16,000 16 1 2 16 20. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. 20,000 രൂപ. 20,000 20,000 20,000 രൂപ. 20,000 രൂപ. 1 20,000 2 20,000 3. വീണ്ടും ഒരു ഒപ്പിത്തൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സസ്ന വിളി തുടങ്ങും. 10,000 രൂപ. 10 10,000 10,000 രൂപ. 10,000 രൂപ. നീട്ടാൻ സമയമില്ലേ, അതുകൊണ്ടാണ്. 10,000 രൂപ. 11 11 11,000 11 1 2 12 12,000 രൂപ.
12,000 12,000 1 2 3 വീണ്ടും ഒരു ഉപ്പിത്തൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 10,000 രൂപ. 10 10,000 10,000 രൂപ. 10,000 രൂപ. 11 15 15 15 15 15 1 2 15 3 വീണ്ടും ഒരു കുപ്പിത്താൻ. 10,000 രൂപ. ലാസ്റ്റ് തേനാണ്, ഇനിയില്ല. 10,000 രൂപ. 10,000 10,000 10,000 രൂപ. 11 11 11,000 11,000 15 15 ലാസ്റ്റ് കുപ്പിത്താനാണ്. നമ്മുടെ സദസ്സിൽ മഹാനായ മൗല നിലാമുറ്റത്തിൻ്റെയും പല മുറ്റങ്ങളുടെയും സേട്ടത പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ ഈ മുറ്റത്തിനും വലിയൊരു സേട്ടതയുണ്ട് എന്ന് സൂചിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഓരോ സദസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഇന്നത്തെ ലാസ്റ്റ് തേനാണ്. 15 16 16 20 20 20,000 രൂപ. 20,000 രൂപ. ശ്രദ്ധിക്കുക, KL 78 D 5150 എന്ന വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റി കൊടുക്കണം എന്നറിയിക്കുന്നു. 21 25 25,000 25 25 25 25 25 25,000 രൂപ. 1 2 3 ഒരു കുപ്പി സംസം. ഒരു കുപ്പി സംസം. വിളിച്ചോ, സസ്ന് തുടങ്ങ. ഒരു കുപ്പി സംസം. 10,000 രൂപ. 10,000 10,000 രൂപ. 10 1 2 1 2 3 വീണ്ടും ഒരു കുപ്പി. രക്ഷാധികാരി സാഹിബുൽ മൗല കുഞ്ഞിപ്പള്ളി, ഉപദേശക സമിതി അബ്ദുൽ അസീസ് മാസ്റ്റർ, സിയാദ് ഹാജി, സിദ്ദീഖ് ഹാജി, മേമെ ഹാജി ചെലോറ, ITC അഷ്റഫ് ഹാജി, പ്രസിഡന്റ് അബ്ദുൽ സത്താർ ഹാജി, വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് യമാനി, വൈസ് പ്രസിഡന്റുമാർ അബ്ദുൽ നസീർ KT, അബൂബക്കർ പെരുമ്പറമ്പ്, അയ്യൂബ് ബളാത്തൂർ, ജനറൽ സെക്രട്ടറി VK ഹസൻ മുസ്ലിയാർ, വർക്കിംഗ് സെക്രട്ടറി മുഹമ്മദ് ദാരിമി നിലാമുറ്റം, ജോയിന്റ് സെക്രട്ടറിമാർ സാബിത്ത് ഇരിക്കൂർ, അഷ്റഫ് മൗലവി ബദറുപള്ളി, ഷമീർ ഇരിക്കൂർ, ട്രഷറർ ഷിഹാബ് ഹാജി. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അഹമ്മദ് കുട്ടി ഇർഫാനി, മുഹമ്മദ് എഞ്ചിനീയർ, മൻസൂർ എഞ്ചിനീയർ, ഷബീർ ബളാത്തൂർ, ഹംസ ബളാത്തൂർ, നൗഫൽ KT, മുജീബ് ഇർഫാനി, അബൂബക്കർ മൗലവി. മെമ്പർമാർ അബ്ദുൽ ഖാദർ ഉളിയിൽ, അബ്ദുൽ ജലീൽ MB, ഫിർദോസ് ഫൈദി ഇർഫാനി, UM അബ്ദുറഹീം, ഉനൈസ് ഫൈദി ഇർഫാനി, ഖലീൽ ഇർഫാനി, ഷംസുദ്ദീൻ വയക്കര, സിറാജ് തട്ടുപറമ്പ്, VK ഹംസ തട്ടുപറമ്പ്, റഷീദ് മുല്ലോളി, ഷംസാദ് തട്ടുപറമ്പ്, അബ്ദുൽ ഖാദർ തട്ടുപറമ്പ്, മുജീബ് തട്ടുപറമ്പ്, സാദിഖ് തട്ടുപറമ്പ്, ഇബ്രാഹിം തട്ടുപറമ്പ്,
സാജിദ് തട്ടുപറമ്പ്, സയ്യിദ് ബിളാത്തൂർ, മുസ്തഫ ബിളാത്തൂർ, മുഹമ്മദ് ബിളാത്തൂർ, ഹഫീദ് ഇരിക്കൂർ, സിറാജ് സാദി, അബ്ദുൽ അസീസ് തട്ടുപറമ്പ്, അബ്ദുൾ റസാഖ് തട്ടുപറമ്പ്, ഫൈസൽ തട്ടുപറമ്പ്, നൗഫൽ പാറമ്മൽ, മുത്തലിബ് ഫൈലി, അഷ്റഫ് ഫൈൽ ഇർഫാനി അടിച്ചേരി, ഉമർകുട്ടി ഇരിക്കൂർ, യൂനുസ് ഇർഫാനി കൂരാരി, സിദ്ദീഖ് ACC, അഫ്ലൽ KV, അബൂബക്കർ നെടുവള്ളൂർ, റിയാസ് TC, ഹസീബ് ഇരിക്കൂർ, അഷ്റഫ് മൗലവി വയക്കര, ഹബീബ് ഇർഫാനി, മാമു ഹാജി, അബ്ദുൽ ഗഫൂർ നിലാമുറ്റം, ഷംഷീർ നിലാമുറ്റം, മുആദ് നിലാമുറ്റം എന്നിവരെയാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ കമ്മിറ്റിയായി ഇവിടെ മൗലാൻ്റെ അറിവോടുകൂടി പ്രഖ്യാപനം നടത്തുന്നത്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മാരിവാങ്ക് കൊടുത്തല്ലോ. മഹാനായ മൗലാൻ്റെ സ്വലാത്ത് മജ്‌ലിസ് ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച ഉറപ്പള്ളിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഇപ്പോൾ ഇരിക്കൂറിലുള്ള ഒരു കുട്ടി ആക്സിഡൻറ്റിൽ പെട്ട് കുട്ടി വെന്റിലേറ്ററിലാണ്. മൗലാൻ്റെ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ആ കുടുംബം 3313 രൂപ നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല വളരെ എളുപ്പമുള്ളതും അത്ഭുതകരമായ ശിഫ കൊണ്ട് മഹാനായ മൗലാൻ്റെ ബർക്കത്ത് കൊണ്ട് ആ കുട്ടിയെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. പിന്നെ KL 58 K80 52 എന്ന ചുവന്ന കളർ എഡിറ്റ്സ് കാറ് ബ്ലോക്കിൽ ആ കാറ് കാരണം ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. 1 മണിക്കൂറിലേറെയായി എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ആ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കണമെന്ന് അറിയിക്കണം. പിന്നെ ധാരാളം സഹോദരങ്ങൾ കുട്ടികളുടെ 1 വർഷത്തെ ചെലവെടുപ്പായി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ധാരാളം സഹോദരങ്ങൾ സഹോദരിമാർ സംഭാവന ചെയ്തിട്ടുണ്ട്. എല്ലാ നിലയിലും നിങ്ങളുടെ സംഭാവന നമ്മൾ ഈ പറയുന്നതിനേക്കാൾ പ്രസിദ്ധം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരുടെ മഹാനായ മൗലാൻ്റെ ഒക്കെ മനസ്സിൽ അള്ളാഹുവിൻ്റെ ഏടിൽ രേഖപ്പെടുത്തലാണ്. അതിനേക്കാൾ വലിയൊരു പുണ്യമില്ല. മഹാനായ മൗലത് അറിയുകയും നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക. നേരത്തെ ചെയ്ത കൂട്ടത്തിൽ ആ ദുആ ഉണ്ട് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. പിന്നെ നമ്മുടെ ഈ ഒരു കെട്ടിടം വളരെ ഭംഗിയായി ഇങ്ങനെ തൻ്റെ പ്ലാനിങ്ങോടുകൂടി പൂർത്തീകരിച്ച് നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിച്ച ബഹുമാനപ്പെട്ട എഞ്ചിനീയർ റഹീമിന് ഒരു മെമൻറ്റോ നമ്മുടെ കമ്മിറ്റി നൽകുകയാണ്. അത് സ്വീകരിക്കാൻ വേണ്ടി പിന്നെ റഹീമിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് 25 വർഷമായി മക്കളില്ലാത്തൊരു സഹോദരൻ 1 ചാക്ക് പഞ്ചസാര ഓരോ ചാക്ക് തീരുമ്പോൾ അടുത്ത ചാക്ക് തീർന്ന രീതിയിലേക്ക് ആ സഹോദരൻ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു തആല സദഖ കബൂലാക്കുകയും അത്ഭുതകരമായ രീതിയിൽ സന്താനങ്ങൾ അല്ലാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നൽകുകയും ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ലേലം വിളിക്കാൻ സമയമില്ല. ഒരു അത്തർ ഫസ്റ്റ് വിളിക്കുന്നവർക്ക് അങ്ങ് തരികയാണ്. 2000 രൂപ. ഒരു വാച്ച് 5000 രൂപ. ബിസ്മില്ലാ. ഇത് ലാസ്റ്റ് കുപ്പി സംസം കൂടി ഉണ്ട്. അതൊന്ന് വാങ്ങി സസ് പിരിയാലോ. ഒരു കുപ്പി സംസം 1000 രൂപ. നമ്മുടെ ഈ മഹത്തായ സമ്മേളനം നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട നസീർ സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത ചപ്പാട്ട് ഉസ്താദ്, ഇവിടെ സാന്നിധ്യം കൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള സാഹിൽ മൗല അഹമ്മദ് സാഹിബ്, മറ്റ് വേദിയിലുള്ള വിശ്വസിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ സുദീർഘമായൊരു നന്ദി പ്രകാശത്തിന് ഞാൻ മുതല. കാരണം ബാങ്ക് കൊടുത്തു,
അൽഹംദുലില്ലാ നാമെല്ലാം ആകാശത്തിലൊരു സമുച്ചയം ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളുടെ പൂർണ്ണ സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് 3 സലാത്തോടുകൂടി ഈ പരിപാടി പിടിച്ചു കിടന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.